മാമ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടാ. അച്ഛാ എനിക്കും. ചോദിപ്പോ ഞാൻ ആടാദ്യം കേക്കും. നീ പറഞ്ഞോ മോനെ? വേണ്ട, അവള് പറഞ്ഞ കേട്ടോളൂ. കുട്ടീനെ വിഷമിപ്പിക്കണ്ട. ഇവക്ക് കൂടി പോയാൽ ഐഷുവിനെ പറ്റി വല്ല പരാതിയും അത്രേ ഉണ്ടാവുള്ളൂ അല്ലേ? അച്ഛാ ഇതങ്ങനെ നിസ്സാരായിട്ട് വിചാരിക്കരുത് കേട്ടാ. പിന്നെ സംഭവം ഇത്തിരി സീരിയസ് ആണ്. എന്നാ പറയ്, എന്തുട്ടാ? ഐഷു പഞ്ചസാര പാനി തുറന്നിട്ടേ അടുക്കളയിലെ മൂലയില് മുഴുവൻ പഞ്ചസാര തട്ടണു. പഞ്ചസാര മൂലയിൽ തട്ടണോന്നോ? അവിടെ മുഴുവൻ ഉറുമ്പ് വരില്ലേ? ഞാനും അതന്നെ ചോദിച്ചു. അപ്പൊ അവള് പറയാ വരട്ടെ, അതിന് വേണ്ടിട്ടാണ് അവള് വെയിറ്റ് ചെയ്യണേന്ന്. ഈ ഐഷുവിന്റെ ഒരു കാര്യം. ഐഷു ഐഷു കുരുത്തക്കേടിന് കയ്യും കാലും വെച്ചതാണല്ലോ അത്. എന്താ അച്ഛാ? ആ ചിരി അങ്ങോട്ട് നോക്കിക്കേ, എന്തൊരു പാവം. മാമ ഒന്നും ചെയ്യണ്ട, കാര്യം എന്താന്ന് ചോദിച്ചാ മതിട്ടാ. അതന്നെല്ലേടാ ഞാൻ ചെയ്യാൻ പോണേ. പഞ്ചസാര എടുത്ത് തറയിൽ വെതറിയിട്ടേ ഈ വീട്ടിൽ മുഴുവൻ ഉറുമ്പിനെ ആക്കണ എന്തിനാണ്? ഞാൻ ഉറുമ്പിനെ പിടിക്കാൻ പോവാ. ഉറുമ്പിനെ പിടിക്കാൻ നീ ആരാണ്? ഉറുമ്പ് തീനിയാ? അല്ല. പിന്നെ നിനക്ക് ആരെങ്കിലും ഉറുമ്പിനെ കൊണ്ട് കടിപ്പിക്കണോ? വേണ്ട. പിന്നെ എന്തുട്ടിനാണ് നീ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണേ? ഒന്നിനും അല്ല. മറച്ചു വെക്കണോ ആ സത്തെ? പേടിപ്പിച്ച കുട്ടി ഒട്ടും പറയില്ല ഏട്ടാ. എനിക്ക് സ്വന്തം കാര്യത്തിൽ അനുഭവം ഉള്ളതാണ്. ഓ ഞാനിപ്പോ എന്താ ചെയ്യതിന്റെ വായിന്നൊന്ന് കിട്ടാനായിട്ട്? കേട്ടോ മാറ്, ഞാൻ ചോദിച്ചോളാട്ടോ. നീ കേട്ടോ? എല്ലാം കേട്ടു. അമ്മയ്ക്കറിയാം ഐശൂട്ടി എന്തോ മിടുക്കത്തരം കാട്ടാനാണ് ഉറുമ്പുകളെ വരുത്തണത്, ശരിയല്ലേ? അതെ, അമ്മയ്ക്ക് മാത്രം എന്നെ മനസ്സിലാവണേ. എന്നാ എളുപ്പം അമ്മയോട് പറയ്, എന്നിട്ട് കാട്ടാനാണ്. അതെ, ഉറുമ്പുകളെ തട്ടിക്കളയാനാണ്. തട്ടിയിട്ട്? ഞാൻ പറഞ്ഞില്ലേ ഇവള് ഉറുമ്പ് തീനിയാ. അല്ല, അവറ്റകളുടെ ജീവനെ എങ്ങടേക്കാണ് പോണേന്ന് കാണാനാണ്. അമ്പടി ഭയങ്കരി. ഞാൻ പോട്ടെ, ഇപ്പൊ ഉറുമ്പോള് വന്നതാണ്. നിക്ക്. എന്താ? അല്ല, അതൊന്നും നമുക്ക് കണ്ണോണ്ട് കാണാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് അച്ഛന്റെ കണ്ണട വെക്കാൻ പോവാ. ഒരു കണ്ണടയ്ക്ക് അതിനെ കാണിക്കാൻ പറ്റില്ല മോളെ. കാണാൻ കിട്ടാത്ത കാര്യത്തിന് പാവ ഉറുമ്പോളെ ഉപദ്രവിക്കണോ വാവേ? വേണ്ട. കേട്ടാ, ഉറുമ്പോള് പറഞ്ഞതിന് മുമ്പേ ഞാൻ പോയി ആ പഞ്ചസാര തൂത്ത് കളയട്ടെ, ഇല്ലെങ്കിൽ ഇവക്ക് തന്നെ ആദ്യത്തെ കടി കിട്ടും. മോളിങ്ങോട് വായോ. എന്താ അച്ഛാ? ഇങ്ങനത്തെ എന്തെങ്കിലും കുരുട്ട് ബുദ്ധി തലയ്ക്കകത്തുണ്ടെങ്കിലേ ആദ്യം അച്ഛനോട് ചെയ്യട്ടെ എന്ന് ചോദിക്കണട്ടാ. അച്ഛൻ സമ്മതിക്കുകയാണെങ്കിൽ മോള് ചെയ്തോളൂ. ഇല്ല മഞ്ജുവെ, ഐഷുവിനെ വിളിച്ചിട്ട് പോയി കളിച്ചോളൂ. ആ പ്രശ്നം അങ്ങനെ തീർന്നു. അല്ല, നിനക്കെന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞുല്ലോ, എന്തായിരുന്നു അത്? മാമനറിയാലോ, ഇന്നിവിടെ കുട്ടികളുടെ കൂടെ കളിക്കാൻ അലേന ഉണ്ടായിരുന്നു. അറിയാം, കുട്ടികളെ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ കല്ലൂനിയും കൂടെ കടയിലേക്ക് വന്നത്. ആ വീട്ടില് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മാമ. അയാളെ കണ്ടപ്പോ എനിക്കും തോന്നിയിട്ടുണ്ട്. ആ ചേച്ചിക്ക് മാത്രമേ പ്രശ്നമുള്ളെങ്കിൽ സഹിക്കായിരുന്നു. അയാൾ അവരെ അടിക്കണത് കണ്ടിട്ട് കുട്ടിയെ ഇടയിൽ കയറിയപ്പോ കുട്ടിക്കും കിട്ടി. അതിനെ ഉപദ്രവിച്ചോ? ഓവ് ചവിട്ടിന്നാ പറയണത്. നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ മാമ? സാധാരണ ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. നീ അയാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു 8 അടി വീരൻ ജിമ്മനാണ്. പോരെങ്കിൽ പോലീസും. മാമൻ പറഞ്ഞു വരുന്നത് ഇത്തരം വിഷയങ്ങളെ കുറച്ച് സൂക്ഷിക്കണം. എനിക്ക് തോന്നണത് നീയാ അവളുടെ ബന്ധുക്കളുമായിട്ട് ഇത് ചർച്ച ചെയ്യണം എന്നാണ്. അത് ശരിയാണല്ലോ. അപ്പൊ ചേച്ചി എന്താ പേര്? നീയാ അല്ലേ? ആ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു കാണില്ലേ? നമുക്കതറിയില്ലല്ലോ. ചിലർ വീട്ടുകാരോടുള്ളത് തുറന്നു പറയും, ചിലർ അവര് വിഷമിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം മനസ്സിലൊതുക്കും. മീൻസ് പുള്ളിക്കാരത്തി ഏത് തരത്തിൽ പെട്ടയാന്ന് ആദ്യം അറിയണം അല്ലേ? അതെ, അല്ലാണ്ട് നമുക്ക് ചാടിക്കേറി ഇടപെടാൻ പറ്റില്ല. എന്നാലും കുട്ടിയൊക്കെ ഉപദ്രവിക്കുന്നു എന്ന് കേട്ടപ്പോ എനിക്കെന്തോ. അതെ, അത് തന്നെയാണ് ഞാൻ പറയണത്. കുട്ടിയുടെ അമ്മ ആദ്യം റെസ്പോണ്ട് ചെയ്യണം. നമുക്ക് ചോദിച്ചാലോ മാമ? നീയും ഞാനും കൂടി പോയിട്ട് ഇപ്പൊ ചോദിക്കാം. അപ്പൊ അവര് സമ്മതിക്കും. അല്ല, കല്ലുമാമീനെ കൊണ്ട് ചോദിപ്പിച്ചാലോ? മോനെ, അവരിവിടെ വന്നിട്ട് 1-2 മാസേ ആയിട്ടുള്ളൂ. അതിനിടെ കല്ലൂനോട് എല്ലാ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ കൊള്ള എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കണം. ഈ പെണ്ണിനെ കണ്ടിട്ട് അങ്ങനെ ചാടി കയറി സംസാരിക്കുന്ന ഒരു ടൈപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് മാത്രമല്ല, ഇതിലൊക്കെ ഇടപെട്ടിട്ട് നമ്മളും പുലിവാലി പിടിക്കാതെ നോക്കണം. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാടത്തരമുള്ളവരുടെ കൂടെ ഇടപെടുമ്പോ സൂക്ഷിക്കണം. നിന്റെ കാര്യം തന്നെയാണ്. അതെ, പരദൂഷണം പെണ്ണുങ്ങളുടെ മാത്രം കുത്തകാവകാശമാണെന്ന് വിചാരിച്ചോ? അല്ല, പക്ഷേ രഘുവേട്ടൻ എന്തെങ്കിലും എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ എന്നോട് തന്നെ പറയുമെന്ന് എനിക്കറിയാം. എന്താത്ര ഉറപ്പ്? അതെ, ഞാൻ കാണാൻ തുടങ്ങിയിട്ടേ 8 കൊല്ലം കഴിഞ്ഞൂട്ടാ. ഇതുപോലൊരു ഫാമിലി ലൈഫാണ് എനിക്കും ആഗ്രഹം.
സ്നേഹം ഞാനും ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കുവോ? അറിയില്ല. അല്ല നീ എന്താ അവിടെ നിന്ന് ആലോചിക്കണേ? ഒന്നുമില്ല, ദേ കുട്ടിയോള് വന്നു മാമി. ഞാൻ പേര് വിളിക്കാൻ വന്നതാ. ഹായ് സുബൈദ, ഹായ് സുൽഫത്ത്, ഹായ് ഷഹാല, ഹായ് റിത ഫാത്തിമ. എല്ലാവർക്കും സുഖല്ലേ? കുഞ്ഞു കാർട്ടൂൺ ഇഷ്ടാവണുണ്ട് വെച്ചാ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം കേട്ടാ.